സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലോഗോസ് ക്വിസിൻ്റെ ഡേറ്റ് അടുത്ത് വരികയാണല്ലോ. എല്ലാവരും നന്നായി പഠിച്ച് മുഴുവൻ മാർക്ക് ലഭിക്കാനിടയാവട്ടെ. അതിന് നിങ്ങളുടെ സഹായമാവട്ടെ ഈ വചനഭാഗം. ഒത്തിരി സ്നേഹത്തോടു കൂടി വചനഭാഗം നോക്കാം. ഓരോ അധ്യായത്തിൻ്റെയും പ്രധാന ചോദ്യോത്തരങ്ങൾ മുൻപുള്ള എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണുമല്ലോ. പ്രഭാഷകൻ 41 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിലെ 70 ചോദ്യോത്തരങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് പോകാം. ചോദ്യം 1. തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് എന്താണ് അരോചകം? ഉത്തരം മരണം. വാക്യം 41:1. 2. മധ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് എന്താണെന്നാണ് പ്രഭാഷകൻ 41:3 പറയുന്നത്? ഉത്തരം മരണം. 3. ആരുടെ സന്താനങ്ങളാണ് അവകാശം നശിക്കുകയും നിത്യനിന്ദയ്ക്ക് പാത്രമാകുകയും ചെയ്യുന്നത്? ഉത്തരം പാപികളുടെ സന്താനങ്ങൾ. 4. ആരുടെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിനക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ 41:8 പറയുന്നത്? അത്യുന്നതനായ ദൈവത്തിൻ്റെ. 5. എന്തിനെ പ്രതിയാണ് മനുഷ്യൻ വിലപിക്കുന്നത്? ഉത്തരം ശരീരത്തെ പ്രതി. 6. എന്തിൽ ശ്രദ്ധാലുവായിരിക്കുക? 1000 സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ അത് അക്ഷയമാണ്. എന്തിനെക്കുറിച്ചാണ് പ്രഭാഷകൻ 41:12 പറയുന്നത്? സൽകീർത്തി. 7. പ്രഭാഷകൻ 41:14 നിഗൂഢമായ ജ്ഞാനവും അജ്ഞാതനിധിയും എന്താണെന്നാണ് പറയുന്നത്? ഉത്തരം നിഷ്പ്രയോജനം. 8. ലജ്ഞിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത് എന്ന് പ്രഭാഷകൻ എത്രാം അധ്യായം വാക്യവും പറയുക? പ്രഭാഷകൻ 42:1 മുതൽ 6 വരെ. 9. ആർക്ക് നല്ല ശിക്ഷണം നൽകുന്നതിൽ ലജ്ഞിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കുട്ടികൾക്ക്. 10. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സൂക്ഷ്മത കാണിക്കുക. 11. ആരെ കർശനമായി നിയന്ത്രിച്ചില്ലെങ്കിൽ പിതാവ് ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനങ്ങളുടെ മധ്യേ അപമാനിതനുമാകും? ഉത്തരം ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ. 12. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഏത് വഴിയാണ് നിർവഹിക്കപ്പെട്ടത്? ഉത്തരം വചനം വഴി. വാക്യം 42:15. 13. കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ ആർക്ക് പോലും അവർണ്ണനീയമാണ്? ഉത്തരം വിശുദ്ധർക്ക്. 42:17. 14. എന്താണ് ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം എല്ലാ വസ്തുക്കളും. 15. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയകരമാണെന്ന് എന്താണ് പ്രഘോഷിക്കുന്നതെന്നാണ് പ്രഭാഷകൻ 43:2 പറയുന്നത്? ഉദിച്ചുയരുന്ന സൂര്യൻ. 16. എന്തിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കുവനെന്നാണ് പ്രഭാഷകൻ 43:11 പറയുന്നത്? മഴവില്ലിനെ. 17. മേഘഗർജനം കൊണ്ട് കർത്താവ് ഭൂമിയെ എന്തു ചെയ്യുന്നുവെന്നാണ് പ്രഭാഷകൻ 43:17 പറയുന്നത്? ഉത്തരം ഭൂമിയെ ശാസിക്കുന്നു. 18. കർത്താവ് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വീശുന്നു. ഉറയുമ്പോൾ അത് എന്തുപോലെയാകുന്നു? ഉത്തരം കൂർത്ത മുള്ളുപോലെ. 19. അത്യഹാദത്തെ നിശ്ചലമാക്കി അതിൽ എന്താണ് കർത്താവിൻ്റെ നിശ്ചയപ്രകാരം പ്രതിഷ്ഠമായത്? ഉത്തരം ദ്വീപുകൾ. വാക്യം 43:23. 20. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആരെ സ്തുതിക്കുവിനെന്നാണ് പ്രഭാഷകൻ 43:30 പറയുന്നത്? കർത്താവിനെ. 21. കർത്താവ് തൻ്റെ ഭക്തർക്ക് എന്താണ് പ്രദാനം ചെയ്യുന്നതെന്നാണ് പ്രഭാഷകൻ 43:33 പറയുന്നത്? ജ്ഞാനം. 23. ആരുടെ പ്രതാപമാണ് മൺമറിഞ്ഞു പോവാത്തത്? ഉത്തരം പൂർവ്വപിതാക്കന്മാരുടെ. 24. ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംഭവിക്കപ്പെട്ടത്? ഉത്തരം ഹെനോക്ക്. 25.
വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയെന്ന് ആരെയാണ് പ്രവാചകൻ പറയുന്നത്? ഉത്തരം നോഹ. 26. സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര്? ഉത്തരം അബ്രഹാം. 44. 19. 27. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹത്തിൻ്റെ ഉടമ്പടി ആരുടെ ശിരസിലാണ് കർത്താവ് വെച്ചത്? ഉത്തരം യാക്കോവിൻ്റെ. 28. കർത്താവ് യാക്കോവിനെ അനുഗ്രഹിച്ച് എന്ത് അവകാശമാണ് അവന് നൽകിയത്? ഉത്തരം പൈതൃകാവകാശം. 29. യാക്കോവിൻ്റെ സന്നിധിയിൽ നിന്നും യാക്കോവിൻ്റെ സന്തതികളിൽ നിന്നും കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. ആരാണ് ആ വ്യക്തി? ഉത്തരം മോശ. 45. 1. 30. കർത്താവ് മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയത് ആരെ? ഉത്തരം മോശ. 45. 2. 31. കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തത് ആർക്ക്? അഹറോന്. 43. 7. പുറപ്പാട് 28:42 ആ വാക്യമുണ്ട്. പിന്നെ 32. തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും വിധി പ്രസ്താവിക്കുന്നതിനുമുള്ള അധികാരം കർത്താവ് ആർക്കാണ് നൽകിയത്? ഉത്തരം അഹറോന്. 33. ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവൻ്റെ അവകാശവും ഓഹരിയും. പ്രഭാഷകൻ 45:22 ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അഹറോൻ. 34. പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനു വേണ്ടി ഒരു സമാധാന ഉടമ്പടി ആരുമായിട്ടാണ് ഉറപ്പിക്കപ്പെട്ടത്? ഉത്തരം ഫിനെഹാസ്. 35. യൂദാ ഗോത്രജനായ ജെസ്സയുടെ പുത്രൻ ആരാണ്? ഉത്തരം ദാവീദ്. 36. ഹൃദയത്തിൻ്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചത് ആരാണ്? ഉത്തരം ഫിനെഹാസ്. 45. 23. 37. ജോഷുവ എന്ന പേരിൻ്റെ അർത്ഥം? രക്ഷകൻ. 38. ശത്രു ചുറ്റും വളഞ്ഞപ്പോൾ യോശുവ എന്താണ് ചെയ്തത്? അത്യുന്നതനായവനെ വിളിച്ചു അപേക്ഷിച്ചു. 39. ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് യോശുവയ്ക്ക് മറുപടി നൽകിയത്? ഉത്തരം കന്മഴ അയച്ച്. 40. യോശുവ ആരോട് ചേർന്നാണ് ജനത്തെ പാപപരിഹാരത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തിയതും? കാലബിനോട്. 41. 6,00,000 യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ കാനാൻ ദേശത്ത് പ്രവേശിച്ചുള്ളൂ. ആരാണിവർ? ജോഷുവ, കാലബ്. 42. കർത്താവിന് പ്രീതികരനും അവിടുത്തെ പ്രവാചകനും ജനത്തിന് അധികാരികളെ അഭിഷേകിക്കുകയും ചെയ്തത് ആര്? ഉത്തരം സാമുവേൽ. 46. 13. 43. ഞാൻ ആരുടെയും സ്വത്ത് കൈവശപ്പെടുത്തിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പ്രഭാഷകൻ 46. 19 പറയുന്നത്? സാമുവേൽ. 44. ടയറിലെ ജനതകളെയും ഫിലിസ്ത്യരുടെ ഭരണാധികാരികളെയും ആരാണ് നിർമ്മാർജ്ജനം ചെയ്തത്? 46. 19. ഉത്തരം കർത്താവ്. 45. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ചതാരാണെന്നാണ് പ്രഭാഷകൻ 46. 20 പറയുന്നത്? സാമുവേൽ. 46. ചോദ്യം 46. ദാവീദിനെ എന്തിനോടാണ് പ്രഭാഷകൻ 47. 2 ഉപമിച്ചിരിക്കുന്നത്? സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്നതുപോലെ. 47. ആരാണ് ഇന്നും ശക്തിയറ്റവരായി കഴിയുന്നത്? ഫിലിസ്ത്യർ. 48. ആരാണ് ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കാൻ ഗായക സംഘത്തെ നിയോഗിച്ചത്? ഉത്തരം ദാവീദ്. 49. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിൽ എത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ 47. 16 പറയുന്നത്? ഉത്തരം സോളമൻ. 50. ആരിൽ നിന്നാണ് ഉദാത്തമായ ഒരു രാജ്യം ഉയർന്നു വന്നത്? എഫ്രൈമിൽ നിന്നും. 51. ഏലിയ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്? ഉത്തരം അഗ്നി പോലെ. വാക്യം 48. 1.
52. ഏലിയ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. ആരുടെ വാക്കുകൊണ്ടാണ് ഉയർപ്പിച്ചത്? ഉത്തരം അത്യുന്നതൻ്റെ. 53. ആരാണ് ഹോരബിൽ വെച്ച് പ്രതിഹാരത്തിൻ്റെ വിധികൾ ശ്രവിച്ചത്? ഉത്തരം ഏലിയ. 54. ആരുടെ കാലത്താണ് ഇസ്രായേൽ ജനം ഭൂമിയിലെങ്ങും ചിതറിയത്? ഉത്തരം എലീഷ. 55. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരങ്ങളോടുകൂടി ആരാണ് അവശേഷിച്ചത്? ജനത്തിൻ്റെ ഒരു ചെറിയ ഗണം. ഉത്തരം ജനത്തിൻ്റെ ഒരു ചെറിയ ഗണം. ശ്രദ്ധിക്കേണ്ട ഉത്തരവാണ്. 56. ഹെസക്കിയായുടെ നാളുകളിൽ ആരാണ് രാജ്യം ആക്രമിച്ചത്? ഉത്തരം സെന്നാകെരീബ്. 57. യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഏലിയ. 58. കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് വെളിപ്പെടുത്തിയത് ആര്? യെശയ്യാ. 59. ആരുടെ സ്മരണയാണ് സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമെന്ന് പ്രഭാഷകൻ 49:1 പറയുന്നത്? യോസിയ. 60. എങ്ങനെയാണ് യൂദാ രാജ്യം അസ്തമിച്ചത്? അത്യുന്നതൻ്റെ നിയമം അവർ ലംഘിച്ചു. 49:4. 61. താങ്കളുടെ മഹത്വവും അധികാരവും അന്യജനതയ്ക്ക് അടിയറ വെച്ചത് ആര്? യൂദാ രാജവംശം. 49:5. 62. ആര് പ്രവചിച്ചതുപോലെയാണ് ജനത തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചത്? ഉത്തരം ജെറമിയ. 49:6. 63. ഖൊരൂബുകളുടെ രഥങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിച്ചതാര്? ഉത്തരം എസെക്കിയേൽ. 49:8. 64. എത്ര പ്രവാചകന്മാരുടെ അസ്ഥികൾ ശവകുടീരങ്ങളിൽ നിന്നും പുനർജനിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 49:10 പറയുന്നത്? ഉത്തരം 12. 65. ആരാണ് വലത് കൈയിൽ മുദ്രമോതിരം എന്ന പോലെ എന്ന് പ്രഭാഷകൻ 49:1 പറയുന്നത്? സെറുബ്ബാബേൽ. 66. ആരാണ് ഭൂമിയിൽ നിന്നും സംഭവിക്കപ്പെട്ടത്? ഹെനോക്ക്. 49:14. ആരുടെ അസ്ഥികൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു? യോസഫിൻ്റെ. 67. ആരാണ് ബഹുമാനിതനെന്ന് പ്രഭാഷകൻ പറയുന്നത്? ബഹുമാനിതർ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഷേമും സേത്തും. 65. സൃഷ്ടികൾക്കെല്ലാം ഉപരി ആരാണ്? ഉത്തരം ആദം. 66. പ്രധാന പുരോഹിതനായ ശിമെയോൻ ആരുടെ പുത്രനാണ്? ഉത്തരം ഒനിയാസിൻ്റെ. 50:1. 67. ആരുടെ കാലത്താണ് സമുദ്രം പോലെ വിശാലമായ ജലസംഭരണികൾ കുഴിച്ചത്? ഉത്തരം ശിമെയോൻ. വാക്യം 50:3. 68. ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് എന്തു ചെയ്തു? സാഷ്ടാംഗം വീണു. 50:17. 69. മൂന്നാമത്തത് ജനതയെയല്ല, പ്രഭാഷകൻ ഏത് ജനത്തെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ഷെക്കിമിലെ മൂഢജനത. 50:26. 70. പ്രഭാഷക ഗ്രന്ഥകാരൻ ആര്? എലിയാസറിൻ്റെ മകൻ സെറാക്കിൻ്റെ പുത്രൻ യേശുവ. 50:27. ഗ്രന്ഥകാരൻ തൻ്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നവൻ എന്താകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ജ്ഞാനിയാകും. 50:28. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും നേരം ഈ എപ്പിസോഡ് കേട്ടത് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നന്ദി. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ബാക്കി എപ്പിസോഡുകളും കൂടെ കണ്ട് മുഴുവൻ ചോദ്യോത്തരങ്ങളും നോക്കി കേട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, താങ്ക്സ്.